ഇന്നത്തെ യാത്രയിലെ 4ാമത്തെ ഫോറസ്റ്റാണിത്. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു റൈഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. നമ്മൾ ഇന്നൊരു ഗ്രൂപ്പ് റൈഡ് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര മൂന്നാറിലേക്കാണ്. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കല്ല, നമ്മൾ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെയുണ്ട്. നമ്മൾ 7 പേരുണ്ട് മൊത്തം. സമയം രാവിലെ 4:30. ഇതൊരു 3 ദിവസത്തെ റൈഡിംഗ് പ്ലാനാണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ പോയി മൂന്നാർ എത്തി. അടുത്ത 2 നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് മൂന്നാറൊക്കെ ഒന്ന് കറങ്ങിയിട്ട് മൺഡേ റിട്ടേൺ വരുന്ന രീതിയിലാണ് റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് മിനിറ്റിൽ 2 ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. മൊത്തം 8 പേരായിരുന്നു ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പം അത് 6 പേരായിട്ട് ചുരുങ്ങി. ഇവിടുന്ന് മൂന്നാറിന് ഏകദേശം 470 കിലോമീറ്റർ അടുത്താണുള്ളത്. ഒരു 8 മണിക്കൂറിൻ്റെ യാത്ര കാണിക്കുന്നുണ്ട്. 8-9 മണിക്കൂർ യാത്ര കാണും. അപ്പോൾ നമ്മുടെ ഇവിടുന്നുള്ള റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിണ്ടുഗൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ധർമ്മപുരി, സേലം, കരൂർ, ഡിണ്ടുഗൽ, ബോഡിമെട്ട് വഴി കയറി പോകും. ഇതാണ് കേട്ടോ നമ്മുടെ മൊത്തം ഗ്രൂപ്പ്. നമ്മൾ ഹൊസൂരിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്തു. ധർമ്മപുരിക്കും കൃഷ്ണഗിരിക്കും ഇടയ്ക്ക് ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. ഹൊസൂർ ആ ഒരു ടൗൺ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഹൈവേന്ന് ഡീവിയേഷൻ എടുത്തിട്ട് ഒരു ഫ്ലൈ ഓവറിൻ്റെ നടക്കുന്ന റൈറ്റ് എടുത്തേക്ക് പോകും. അപ്പോൾ ഇത് റായ്ക്കോട്ട എന്ന് പറയുന്ന സ്ഥലം വഴിയാണ് പോകുന്നത്. ഈ റൂട്ടിൽ പോകുമ്പോഴത്തേക്കും കൃഷ്ണഗിരി സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ധർമ്മപുരിക്ക് അപ്പുറത്ത് എവിടെയോ പോയിട്ട് വീണ്ടും നാഷണൽ ഹൈവേയിലോട്ട് കയറും. സൂര്യൻ ഉദിച്ചു വരികയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് ഫുള്ള് മറ്റേ ചുവന്ന് കിടക്കുന്ന മാനം ചുവന്ന ആകാശം. എന്തെങ്കിലും ആട്ടെ, ഒരു രക്ഷയില്ല. കിടിലം വ്യൂ. സൺറൈസ് ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളുകൂടി ഇങ്ങനെ ഒരു കാഴ്ചയാണ്. സാധാരണ ഓറഞ്ച് നിറത്തിലാണ്. ബാംഗ്ലൂർ സേലം ഹൈവേക്ക് പാരലായിട്ട് എന്തോ ഹൈവേ പണിയുന്നതാണോന്ന് അറിയത്തില്ല. ഇത് നല്ല റൂട്ടാണ് കേട്ടോ ഇതുവരെ വന്നതിൽ. ഈ റോഡ് നേരെ നമുക്ക് ധർമ്മപുരിയിൽ കണക്ട് ആവും. ഇതൊരു വീക്കെൻഡാണ്, ശനിയാഴ്ചയാണ്. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളി 4 ലൈൻ റോഡ് കിട്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ നല്ല റോഡ് കിട്ടുന്നുണ്ട്. സേലം ഹൈവേയിലോട്ട് വന്ന് കയറി. സോ ഇത്ര നേരം നമ്മൾ റായ്ക്കോട്ട റൂട്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. അത് നേരെ ഇപ്പം നമ്മുടെ സേലം കോയമ്പത്തൂർ ഹൈവേയിലോട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇവിടുന്ന് 369 കിലോമീറ്ററാണ് മൂന്നാറിന് കാണിക്കുന്നത്. ഏകദേശം 6 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട് ട്രാവൽ ടൈം. തൊപ്പൂർക്കാട്ടിൽ നല്ലൊരു ബ്ലോക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആക്സിഡൻറ്റോ എന്തോ മറ്റോ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പോകണേ അതെന്താണ് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട്. ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷേ ആക്സിഡൻ്റ് ഒന്നുമില്ല. അവിടെ റോഡ് ചുമ്മാ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. റായ്ക്കോട്ട വഴി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡ് സെക്ഷൻ സ്കിപ്പ് ആകത്തില്ല. ഇവിടുന്ന് ഏകദേശം 37 കിലോമീറ്റർ ഉണ്ട് സേലത്തിന്. ഓക്കെ, ഇപ്പോൾ പിടികിട്ടി ഗൈസ്. എനിക്കത് ആ കണ്ടെയ്നർ ലോറി ബ്രേക്ക് ഡൗൺ ആയി. ഇപ്പോൾ അത് ഒരു ക്രെയിൻ വെച്ച് തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ വണ്ടികളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ബൈക്ക് കൊണ്ട് വന്നവരെല്ലാം ഇടയ്ക്കൂടെയൊക്കെ കയറി കറക്റ്റ് ഇവിടെ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് സ്റ്റക്കായി. വാക്കുടുക്കിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. ഈ ഒരു റൂട്ടിലെ ഒരു അടിപൊളി സ്ട്രെച്ചാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ തൊപ്പൂർക്കാട്ടൊക്കെ ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 1-2 വലിയ വളവ് വരും. ഒരു സൈഡ് ഫുള്ള് മലകളും ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ വൈബുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും. കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാഴ്ചയില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ സേലം സെൽവിമസ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സേലം കഫേ എന്ന് പറഞ്ഞിട്ട് വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പം യാത്ര കണ്ടിന്യൂ ആണ്. സമയം 9 മണിയായി കേട്ടോ. 9:10 ആകാറായി. ഇവിടുന്ന് 312 കിലോമീറ്ററാണ് മൂന്നാറിനുള്ളത്. അതിന് ഏകദേശം 5 മണിക്കൂർ 23 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2:30 ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. നമ്മളങ്ങനെ സേലം ടൗൺ വിട്ടു. എനിക്കത് ഇതിപ്പോൾ കരൂർ നാമക്കൽ റോഡാണെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, റൈറ്റ് ആയിരുന്നു എടുക്കേണ്ടിരുന്നത്. നമ്മളവിടെ നിന്ന് റൈറ്റ് ആയിരുന്നു. കുഴപ്പമില്ല. ഇവിടെ യൂ ടേൺ ഉണ്ട്. സേലത്തുനിന്ന് കരൂർക്കുള്ള റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കൊന്ന് തേനി വരെ ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും. വലിയ തിരക്കൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള 4 വരി പാത. അധികം സിഗ്നലുകളൊന്നുമില്ല. നമ്മളിപ്പോൾ കാവേരി നദിയുടെ മലക്കൂടെ കേട്ടോ പോകുന്നത്. വെള്ളമൊക്കെ കുറവാണ്. ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നത്. നമ്മുടെ ഭാരതപ്പുഴ പോലെ ഉണ്ട്, മറ്റേ മണൽക്കാട് പോലെ. നമ്മൾ ഏകദേശം കരൂർ എത്തറായി. കരൂരിന് ഇനി 22 കിലോമീറ്റർ.
നമ്മൾ കരൂർ എത്തി. കരൂർ ടൗണിൽ കൂടെ ഒന്ന് കയറുന്നു കേട്ടോ. ഇതൊരു ബൈപ്പാസ് പോലെ ഇങ്ങനെ അങ്ങ് പോകണം. ഇനി നമുക്ക് 214 കിലോമീറ്ററാണ് മൂന്നാറിനുള്ളത്. 4 മണിക്കൂർ യാത്ര. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല. ഇതൊന്ന് കഴിഞ്ഞ ദിവസം വല്ല മഴയൊക്കെ പെയ്തിരിക്കണം. അത്യാവശ്യം വലിയൊരു സിറ്റി ഉണ്ട് കേട്ടോ കരൂർ. ഒരു എത്തികൾ കാണിക്കുന്നുണ്ട്. അടുത്ത ഏതെങ്കിലും ഒരു പമ്പിൽ കയറി പെട്രോൾ അടിക്കണം. ഇതുവരെ നാഷണൽ ഹൈവേസിൽ ട്രാവൽ ചെയ്തിട്ട് ഭംഗിയായിട്ട് തോന്നിയൊരു റൂട്ടുകളിലൊന്നാണ് ഇത്. വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഒരു രക്ഷയില്ല. ഒരു മടുപ്പ് തോന്നുന്നില്ല. നമുക്ക് ഇനി ഒരു 173 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിന്. നമ്മളിപ്പോൾ ഡിണ്ടിഗൽ എത്തി. ഡിണ്ടിഗൽ വന്നിട്ട് തലപ്പക്കട്ടി ബിരിയാണി കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ്. അപ്പോൾ ആ ഡിണ്ടിഗൽ തലപ്പക്കട്ടി ബിരിയാണി നമ്മൾ ട്രൈ ചെയ്യാൻ പോകണേ. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ 1-2 തവണ കഴിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ. ഇവിടെ 2 റെസ്റ്റോറൻ്റാണ് എനിക്കിവിടെ അറിയാവുന്നത്. ഒന്ന് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, പിന്നെ ഒന്ന് ഡിണ്ടിഗൽ ടൗണിനുള്ളിലും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഹൈവേയുടെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിലാണ്. അതായിരിക്കും കുറച്ചൊരു എളുപ്പം. ഡിണ്ടിഗൽ വഴി യാത്ര ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി. ഇത് ഹൈവേയുടെ സൈഡിലുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ്. അപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കാണാം. ഫുഡ് കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം AC കത്തിരുന്നപ്പോൾ നല്ല സുഖം. നമ്മളോരോ മട്ടൻ ബിരിയാണി, ഓരോ ചിക്കൻ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തു. ബിരിയാണി ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ബിരിയാണിയാണ്. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് ആണ് കുറച്ച് ശോകമാണ്. ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ചിക്കൻ ബിരിയാണി പിന്നെ കുഴപ്പമില്ല. മട്ടൻ ബിരിയാണിയൊക്കെ ക്വാണ്ടിറ്റി വൈസ് ആ ഒരു പ്രൈസിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. തിരിച്ചു വരുമ്പോൾ ഈ റൂട്ടിലായിരിക്കില്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ചിലപ്പം നമ്മുടെ സത്യമംഗലം റൂട്ട് വഴി കയറി പോകാനൊരു പ്ലാനുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ആ മലയുടെ അപ്പുറത്തേക്ക് അറിയണം കൊടൈക്കനാൽ, അല്ലെ ആ മലയുടെ മുകളിലോ ആ ഒരു സൈഡ് മറ്റായിരിക്കും കൊടൈക്കനാൽ. അസാധ്യ വ്യൂ ആണ്. മൊത്തം തെങ്ങിൻ തോപ്പുകളൊക്കെയാണ്. നമ്മളങ്ങനെ മൂന്നാർ റോഡിലോട്ട് കയറുവാണ്. നമ്മൾ പോകുന്നത് ബോഡിമെട്ട് വഴിയാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ബോഡി മൂന്നാർ, നേരെ പോയാൽ കമ്പം, ലെഫ്റ്റ് പോയാൽ തേനി. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും ക്യാമറ എടുത്ത് വെക്കേണ്ടി വരും. എനിക്കൊന്ന് അങ്ങ് ദൂരം മൂന്നാർ സൈഡിലൊക്കെ നല്ല മഴയാണെന്ന് തോന്നുന്നു. മഴ കൂടി. നമ്മൾ ബോഡി നായ്ക്കന്നൂർ എത്തി. എനിക്കൊന്ന് ഇവിടെ നിൽക്കാറും ഗാർഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. അങ്ങ് അവിടെ മലയുടെ മുകളിലെല്ലാം കോടയാണോ അതോ മഴ പെയ്യുന്നതാണെന്നൊന്നും അറിയത്തില്ല. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ദൂരേക്ക് നോക്കുമ്പോഴത്തേക്കും മലയുടെ മുകളിലെല്ലാം ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ചിലപ്പോൾ മഴയായിരിക്കും, ചിലപ്പം കോട ഇറങ്ങി നിൽക്കുന്നതായിരിക്കും. സോ നമുക്കിനി 47 കിലോമീറ്ററും കൂടെയാണ് നമ്മുടെ സ്റ്റേയിലേക്കുള്ളത്. എനിക്കത് ഗ്യാപ്പ് റോഡിൻ്റെ അവിടെ എവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഹോസ്റ്റൽ. നമ്മൾ പോകുന്ന വഴി ഏകദേശം ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. സമയം ഏകദേശം 5:26 ഗാർഡ് സെക്ഷൻ ഇവിടുന്ന് എന്തോ തുടങ്ങുമെന്ന് തോന്നുന്നു. ക്യാമറയ്ക്ക് അത് കാണത്തില്ല. അങ്ങ് ദൂരെ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ. മഴ പെയ്യായിരുന്നാൽ മാത്രം മതിയായിരുന്നു. അത്രേ എനിക്കിപ്പോൾ ഉള്ളൂ. ബോഡിമെട്ടിന് 21 കിലോമീറ്റർ. മൂന്നാർ 63 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ചുരം കയറാൻ തുടങ്ങി. ഒരു തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മേളിൽ നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരിക്കും മിക്കവാറും. അങ്ങ് മേളിൽ കോടയൊക്കെ കാണുന്നുണ്ട്. അങ്ങ് അവിടം വരെ നമ്മൾ പോകുന്നുണ്ടെന്ന് അറിയത്തില്ല. അങ്ങ് ദൂരെ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ 17 ഹെയർ പിൻ ബെൻഡാണ് മൊത്തം. സോ ആദ്യത്തെ ഹെയർ പിൻ ബെൻഡ് നമ്മൾ കയറുകയാണ്. 1 മല കയറും തോറും ആ കാറ്റിൻ്റെ ശക്തി കൂടി വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. ഈ സൈഡിൽ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. എന്തായാലും കാറ്റടിക്കട്ടെ, നല്ലൊരു തണുപ്പുണ്ട്. നമ്മുടെ റൂട്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. ഈ മല മൊത്തം ചുറ്റി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മാപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ റോഡ് എങ്ങനെയാണെന്നുള്ളത്. നല്ല കാറ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഹെയർ പിൻ ബെൻഡ് മൂന്നാമത്തെ ഹെയർ പിൻ ബെൻഡ് കയറുവാണ്. സോറി 3 അല്ല 5.
ഹെയർപിൻ ബെൻഡ് നമ്പർ 6. കാറ്റെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ കാറ്റ്. ഞാനിപ്പോൾ മറിഞ്ഞു വിടാൻ അവിടെ ചുമ്മാ നിർത്തിയതാണ്. ഒരു രക്ഷയില്ല, ഒട്ടുക്കത്തെ കാറ്റ്. മഴയും കൂടെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നൈസ്. ഇത്ര വെയിറ്റുള്ള വണ്ടിയായിട്ട് പോലെ കിടന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഇളകുന്നു, അതുപോലത്തെ കാറ്റ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മുടെ മൂന്നാർ റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. നല്ല മഴയാണ്, അതുകൊണ്ട് ഇന്ന് നമുക്ക് ബൈക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു ജീപ്പ് ഹയർ ചെയ്തു. എക്കോ പോയിന്റ് വരെ പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എക്കോ പോയിന്റ് അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ഇനി ജീപ്പ് റൈഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ മൂന്നാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച റൂം കേട്ടോ. ഹോസ്റ്റലർ എന്ന് പറയുന്നൊരു ഹോസ്റ്റൽ ചെയിൻ ഉണ്ട്, അവരുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ഇവിടുത്തെ ബങ്ക് ബെഡ്സ് ആണ്. അപ്പോൾ നമ്മൾ 4 ബെഡുള്ള 2 ബങ്ക്സ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പോകുന്നതിന് മുമ്പ് ഇവിടെ നല്ലൊരു വ്യൂ കാണിക്കും. ഇവിടുത്തെ ബാൽക്കണി നല്ല വ്യൂ ആണ്. ഒരു രക്ഷയില്ല, ഒരു കിടിലം വ്യൂ. ഇന്നാണിപ്പോൾ കുറച്ച് ക്ലിയർ ആയത്. മഞ്ഞൊക്കെ മാറി വന്ന് ഒന്ന് ക്ലിയർ ആയിരുന്നു. ബാഗ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ടോപ്പ് ബോക്സേ ഉള്ളൂ. നോൺ സ്റ്റോപ്പ് മഴയാണ്, ഇപ്പോഴാണെന്ന് കുറഞ്ഞത്. അപ്പോൾ ഉള്ള സമയത്ത് ഇവിടുന്ന് ഇറങ്ങിയേക്കാം. വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. ഫോണെടുത്തു, പേഴ്സൊക്കെ എടുത്തു. ഇവിടെ ഒന്നുമില്ല.
അപ്പോൾ സമയം രാവിലെ 7:53. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടുന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ മാറാൻ നോക്കിയിരുന്നെങ്കിൽ നടക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് വല്ലതും ഗ്യാപ്പ് വരും, പിന്നെയും പെയ്യും. ഇതിനാണ് അവസ്ഥ. അന്ന് രാത്രി നമ്മൾ ഈ വഴിക്കടെയാണ് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം മഴയും വെള്ളമൊക്കെ ആയിരുന്നു ഇതിലെ. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തിരിച്ചുള്ള റൂട്ടെന്ന് പറയുന്നത് വന്ന വഴിയല്ല. ഇവിടെ നേരെ മൂന്നാർ ചെന്ന്, മൂന്നാറിൽ നിന്ന് മറയൂർ, ചിന്നാർ, ഉടുമൽപേട്ട്, പല്ലടം, അവിടുന്ന് ഒന്നെങ്കിൽ അവിനാശിയിൽ നിന്ന് നമ്മൾ നേരെ സേലം ഹൈവേ കയറി പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സത്യമംഗലം, ബന്നാരി, ദിമ്പങ്കാട്ട് വഴി കൊല്ലേകാല ആ റൂട്ടിൽ കയറി കനക്പുര വഴി നമ്മൾ ബാംഗ്ലൂർക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആദ്യമായിട്ടാണ് ഗ്യാപ്പ് റോഡിൽ, മഴയത്ത് ഗ്യാപ്പ് റോഡിൽ കൂടെ റൈഡ് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ ഇരുന്ന് സെല്ലട്ടപ്പൊക്കെ വെച്ചിട്ട് ഒരുവിധം ക്യാമറ വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പ് റോഡിലോട്ട് കയറുവാണ് കേട്ടോ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, മൊത്തം മഞ്ഞിറങ്ങി നിൽക്കുകയാണ്. ഫസ്റ്റ് ടൈം ഗ്യാപ്പ് റോഡിൽ ഒരു മഴയത്ത് രാവിലെ, ഒന്നും പറയാനല്ലോ കേട്ടോ. ആ മോനെ, ഇടയ്ക്ക് ചില ഭാഗത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, ചില ഭാഗത്ത് ചെറുതായിട്ടേ ഉള്ളൂ. എൻ്റെ ആളിയ കാറ്റടിക്കുന്നു. കാറ്റ്, മഴ, മഞ്ഞ്, ഒരപാര കോമ്പിനേഷനാണ്. പണ്ട് നമ്മളിവിടെയൊക്കെ നിന്നിട്ട് അവിടെ അതിൻ്റെ വ്യൂ ഉണ്ടായിരുന്നു, ആനയിലങ്ങൽ ഡാമിൻ്റെ. അത് കാണാൻ പറ്റുന്നില്ല. അത് മൊത്തം ആ ഒരു വാലി മൊത്തം മൂടൽ കയറി ഇങ്ങനെ നിൽക്കണം, മൂടൽ മഞ്ഞ്. പെരിയകനാൽ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. യാ മോനെ, പെരിയകനാൽ ഫോൾസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മുമ്പോട്ട് പോവാണ്. അസാധ്യ എക്സ്പീരിയൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഞാൻ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇത്രയും വെള്ളമില്ലായിരുന്നു ഇവിടെ. ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ. ഇടയ്ക്ക് മലയിടിഞ്ഞ് റോഡൊക്കെ ബ്ലോക്ക് ആറുള്ളതാണ്. ഇതുപോലെ മഴയുള്ള സമയത്താണ്, നമ്മൾ ആ ഒരു മഴയുള്ള സമയത്താണ് ഇപ്പോൾ പോരുന്നത്. സോ നമ്മുടെ ഫുള്ള് ഗ്യാങ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗ്യാപ്പ് റോഡിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് താഴെ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ആ ഒരു ഫോട്ടോ പോയിൻ്റ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് പയ്യെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ മൂന്നാർ ഇല്ല
ചിലപ്പോൾ മൂന്നാമത് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം വല്ല ബ്രെഡ് ഓംലെറ്റോ മാഗിയൊക്കെ കഴിച്ച് തൽക്കാലം വിശപ്പറക്കാം. ദേവികുളം എത്തി. മൂന്നാറിന് 7 കിലോമീറ്റർ. മൂന്നാർ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം ഈ ഒരു സൈഡ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ടൗണിലോട്ടാണ്. അതിൻ്റെ 5 കിലോമീറ്റർ താഴെ ഉള്ളൂ. സിഗ്നൽ പോയിന്റ്. ഓ ഗൈസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഹെൽമെറ്റ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ചു കയറും, ഹെൽമെറ്റ് അടച്ചു കഴിഞ്ഞാൽ ഫോഗ് കയറും. ഒരു രക്ഷയിലൂടെ കോട ഇറങ്ങി വഴി ഇത് കാണത്തില്ല ഇടയ്ക്ക്. ഞങ്ങളിപ്പോൾ മൂന്നാർ ടൗൺ കഴിഞ്ഞു. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ പോകുന്നു. നമ്മളിപ്പോൾ മറയൂർ റോഡിലാണുള്ളത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തില്ല. ഇനി പോകുന്ന വഴിക്ക് അവിടെ ചെറിയ കടകളുണ്ടല്ലോ, ചായക്കടകൾ, അവിടുന്ന് വല്ല മാഗി അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഹോട്ടലൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇത് മൊത്തം അഴിക്കേണ്ടി വരും. ആ മോനെ ഒരു രക്ഷയില്ല, അന്യായ കോട. എനിക്കിത് ഗ്യാപ്പ് റോഡിനേക്കാളും കൂടുതൽ കോട ഇപ്പോൾ ഈ റൂട്ടിലുണ്ട്. തണുപ്പ് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്കത് ബോഡി ചിലപ്പോൾ അഡ്ജസ്റ്റ് ആയി കാണും തണുപ്പായിട്ട്. ഇത്ര നല്ല റൈഡ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റൈഡാണ്. എനിക്ക് തോന്നുന്നത് കിന്നക്കോര റൈഡ് ഏകദേശം 1-1.5-2 വർഷം മുമ്പ് ഒരു കിന്നക്കോര റൈഡ് നടത്തിയായിരുന്നു. അപ്പം അന്ന് നമുക്ക് കിട്ടിയ സെയിം ക്ലൈമറ്റാണ്, ചെറിയ ചാരൽ മഴയും മൂടൽമഞ്ഞൊക്കെ. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണൊക്കെ വിട്ടൊരു 10-20 കിലോമീറ്ററായി. നമ്മുടെ ഗ്യാപ്പ് റോഡ് ആ ഒരു ലെവലിൽ എത്തുന്നതിന് മുമ്പ് ഇതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂന്നാറിൽ വരുമ്പോഴത്തെ ഒരു സീനിക് റൂട്ട്. പക്ഷേ ഇപ്പോഴും ഇതിന് മാറ്റമൊന്നുമില്ല. ഇതൊരു അടിപൊളി റൂട്ടാണ്. പിന്നെ ഗ്യാപ്പ് റോഡിൻ്റെ അത്രയ്ക്ക് വീതിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ചെറിയൊരു ചായ ബ്രേക്കിന് നിർത്തിയാണ്. ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ. തലയാർ എസ്റ്റേറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മഴയൊക്കെ ആണെങ്കിൽ കയറി നിൽക്കാനൊക്കെ പറ്റും. പക്ഷേ ഇങ്ങോട്ട് റോട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ ഇറങ്ങി വരണേ ഉള്ളൂ. സോ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര മഴയാണ് കേട്ടോ ഇന്ന്. ശരിക്കും ഇവിടെ മൂന്നാറിലൊക്കെ റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ടിൻ്റെ അന്ന് തന്നെയാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത്. നല്ല ശക്തിക്ക് തന്നെ മഴയുണ്ട്. കുറേ നേരം മഴ ഇങ്ങനെ നിന്ന് പെയ്യും, അതിനുശേഷം ഒരു 2 മിനിറ്റ് നിൽക്കും, പിന്നെയും തുടങ്ങും. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മറയൂർക്ക് 22 കിലോമീറ്ററാണുള്ളത്. ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ. ഇനിയിപ്പം നനയാൻ ബാക്കിയൊന്നുമില്ല. ഒരു രക്ഷയില്ല. അങ്ങനെ ഒന്നും കാണാനും പറ്റത്തില്ല. വൈസറൊക്കെ പറ്റിയ ഫോഗ് കയറി ഒരു വഴിയായി. നമ്മൾ ഏകദേശം മറയൂർ എത്താറായി. ഇപ്പം മറയൂർ ചന്ദനക്കാട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ. ഒന്നും കുറയുന്നു പോലില്ല, അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. എന്തെല്ലാം കുഴപ്പമില്ല. നമ്മളിതെന്താണ്ട് ശീലമായി. ഇത്ര നേരം കൊണ്ട് ഇതിങ്ങനെ ഓടിക്കാൻ ശീലമായി. അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ. എനിക്ക് തോന്നുന്നേക്കാളും ബോർഡർ കഴിയുമ്പോഴത്തേക്കും മഴ കാണാൻ ചാൻസ് കുറവാണ്. പിന്നെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ മൺസൂൺ ടൈം ആയതുകൊണ്ട് ചിലപ്പം അവിടെ മഴ കാണാൻ ചാൻസ് ഉണ്ട്.
നമ്മളങ്ങനെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിലോട്ട് കയറി. ഇവിടെ നോക്കുമ്പോൾ തൂവാന വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ മഴയായതുകൊണ്ട് ഇവിടെ നിർത്തുന്നില്ല. എനിക്കൊന്ന് ഈ ചിന്നാറിലോട്ടുള്ള വഴിയൊക്കെ ടാർ ചെയ്തിട്ടുണ്ടെന്നോ അടുത്തിടയ്ക്ക്. പണ്ടിച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ വഴിയായിരുന്നു. ഇവിടെ വന്നപ്പം മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് തമിഴ്നാട്. താങ്ക് യു, കം അഗെയിൻ, യു ആർ ലീവിങ് കേരള. വെൽക്കം ടു തമിഴ്നാടു. നമ്മളിപ്പോൾ ആനമല ടൈഗർ റിസർവിലോട്ട് കയറി. ഇനി തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ തമിഴ്നാട്ടിൽ കയറി. ഇവിടെ അത്രയ്ക്ക് മഴ പെയ്തിട്ടില്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇത്ര നേരമായിട്ട് 91 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്തത്. 91 കിലോമീറ്ററിന് ഏകദേശം 4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. 11:55. നമ്മൾ 8 മണിയായപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനിയിപ്പം മഴ കാണില്ലെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഉടുമൽപേട്ട് എത്തി കേട്ടോ. മൂന്നാറിൽ നിന്ന് ഉടുമൽപേട്ട് വരെ ഏകദേശം 94 കിലോമീറ്റർ സംതിങ് ഉണ്ടായിരുന്നു. ഉടുമൽപേട്ടില്ല, നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റ് വരെ മറ്റോ. സോ ആനമല ടൈഗർ റിസർവ് വരെ 91 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മളത് കവർ ചെയ്യാൻ ഏകദേശം 4 മണിക്കൂർ എടുത്തു. അപ്പോൾ ഫൈനലി നമ്മൾ ഉടുമൽപേട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം മഴയില്ല, പക്ഷേ ഒരു നല്ല മഴയ്ക്ക് ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിരിച്ചുള്ള റൂട്ടിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സേലം ഹൈവേ പിടിച്ചല്ല പോകുന്നത്. ഇവിടുന്ന് നേരെ സത്യമംഗലം റൂട്ടിൽ പോകാൻ പോകണം. ബന്നാരി, ദിമ്പം, കൊല്ലേകാല വഴി ബാംഗ്ലൂർ. ഡിസ്റ്റൻസ് വൈസ് അത് കുറവാണ്, 366 കിലോമീറ്റർ ആണ് ഇവിടുന്ന്. പക്ഷേ സമയം എടുക്കും. ഒരു 8 മണിക്കൂർ അടുത്ത് റൈഡിങ് ടൈം കാണിക്കുന്നുണ്ട്. 4:30 ആകുമ്പോഴത്തേക്കും അവിടെ ആ ചെക്ക് പോസ്റ്റ് എത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ടൈഗർ റിസർവ് ആയതുകൊണ്ട് 5 മണിക്കോ 4 മണിക്ക് ശേഷം 2 വീലേഴ്സ് കടത്തി വിടത്തില്ല. ബാംഗ്ലൂർ രാത്രിയിൽ ഒരു 10:30-11 മണി ആകുമായിരിക്കും എത്തുമ്പോഴത്തേക്കും. ബാംഗ്ലൂർ നല്ല മഴയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ അവിനാശി എത്തി. അവിനാശി ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ നമ്മൾ നേരെ ക്രോസ് ചെയ്ത് വന്നു. ഇതിപ്പോൾ മൈസൂർ റൂട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് 40 കിലോമീറ്ററാണ് ബന്നാരി അമ്മൻ കോവിലിൻ്റെ അവിടേക്ക്. ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ മാപ്പിട്ടിരിക്കുന്നത്. അവിടുന്ന് പിന്നെ നേരെ ദിമ്പങ്കാട്ട് കയറി കൊല്ലേകാല വഴിയാണ് നമ്മൾ പോകുന്നത്. കിഡിലൻ റോഡ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തമിഴ്നാട്ടിലെ ഉള്ളിലൂടെയുള്ള വഴികളൊക്കെ. കിഡിലാണ്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. അങ്ങ് ദൂരെ നമുക്ക് ആ മലകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ കാണുന്നതാണ് ഈ ദിമ്പങ്കാട്ടിൻ്റെ സെക്ഷനാണ് കാണുന്നത്. ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടായിരിക്കും. അങ്ങ് കാണുന്ന മലകളാണ് നമ്മൾ കയറാൻ പോകുന്നത്. പാലക്കാട് കൊച്ചി സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് സ്ഥിരം ഹൈവേ ഒക്കെ മാറ്റി പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് പോയാൽ മതി. കോയമ്പത്തൂരിൽ നിന്ന് സത്യമംഗലം റൂട്ടിൽ കയറി പോയാൽ മതി. ഏകദേശം സെയിം ദൂരം തന്നെയാണ്. ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ എടുക്കുമായിരിക്കും. ഇതുവഴി പോകുന്ന കുറച്ച് തിരക്ക് കുറവായിരിക്കും, പ്രത്യേകിച്ച് വീക്ക് ഡേയ്സിലൊക്കെ. വ്യത്യസ്തമായിട്ടുള്ള റൂട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ട് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഞാൻ തന്നെ ഇതിപ്പോൾ ഒരു 3-4 തവണയാണ് ഈ റൂട്ട് കൂടെ വരുന്നത്. സമയം ഏകദേശം 4:30.
അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. സോ ഇവിടുന്ന് ദിമ്പങ്കാട്ട് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നത് ബൈക്കിനൊന്നും പാസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഫീസൊന്നും അടയ്ക്കണ്ട. നമ്മളങ്ങനെ സത്യമംഗലം ഫോറസ്റ്റിലോട്ട് കയറാൻ പോവാണ്. ഏകദേശം 27 ഹെയർ പിൻ ബെൻഡ് ഉണ്ട് കേട്ടോ ഈ ഗാർഡ് സെക്ഷനിൽ. ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഫോറസ്റ്റ് റിസർവാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ആദ്യമേ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അത് കഴിഞ്ഞിട്ട് ആനമല ടൈഗർ റിസർവ്, ഇപ്പം നമ്മൾ സത്യമംഗലം ടൈഗർ റിസർവിലോട്ട് കയറി. കിടിലൻ എക്സ്പീരിയൻസ്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹെയർ പിൻ ബെൻസ് കയറി തുടങ്ങി. ഇതിപ്പോൾ മൂന്നാമത്തെ ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞു. ഹെയർ പിൻ നമ്പർ 7, സോറി ഹെയർ പിൻ നമ്പർ 4. അപ്പോൾ 16ാമത്തെ ഹെയർ പിൻ ബെൻഡ് കയറുവാണ്. അപ്പോൾ ഇതിലെ ലോറിയും ബസ്സൊക്കെ ഓടിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ടുള്ള വളവുകളാണ്. ഹെയർ പിൻ ബെൻഡ് 22, 23. ഇതിൻ്റെ 27ാമത്തെ ഹെയർ പിൻ ബെൻഡിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് താഴത്തേക്കുള്ള. പക്ഷെ ഞാൻ എന്തായാലും നിർത്തുന്നില്ല, കുറേയധികം കണ്ടതാണ്. ഇനി ഇവർ നിർത്തുന്നുണ്ടെങ്കിൽ നിർത്താം. 24. നമ്മൾ അവസാനത്തെ ഹെയർ പിൻ ബെൻഡിലോട്ട് എത്തി. ഇതാണ് 27ാമത്തെ ഹെയർ പിൻ ബെൻഡ്. ഇവിടെ നിന്നൊരു കിടിലം വ്യൂ ഉണ്ട്. ഇപ്പം നമുക്ക് വ്യൂ ഒന്ന് കാണാം. നമ്മളങ്ങനെ മുകളിലെത്തി. ദിമ്പം, ഇതാണ് കേട്ടോ ദിമ്പം എന്ന് പറയുന്ന സ്ഥലം. NH 209 ആണ്. നമുക്കിനി ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 200 കിലോമീറ്റർ ആണുള്ളത്. 4 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. റോഡ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. 2 ലൈൻ റോഡാണ്, പക്ഷേ നല്ല കണ്ടീഷനുള്ള റോഡാണ്. കുറച്ച് നേരം ഫോറസ്റ്റ് കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, സത്യമംഗലം ഫോറസ്റ്റ് കൂടെ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പുള്ളി ഇവിടുന്ന് ഡീവിയേഷൻ എടുത്ത് പോകും. പുള്ളിക്ക് മൈസൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ അടുത്ത് ഇവിടെ ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പുള്ളി റൈറ്റ് എടുത്ത് മറ്റേ പോകും, ചാമരാജനഗർ വഴി. നമ്മൾ നേരെ ഇവിടുന്ന് കൊല്ലേകാല ബൈപ്പാസ് കയറി മലവള്ളി വഴി കനക്പുര, അവിടുന്ന് ബാംഗ്ലൂർ. ഇവിടെ ചിലപ്പം ആനിമൽ സ്പോട്ടിങ്ങിന് ചാൻസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് മാൻകൂട്ടത്തൊക്കെ കണ്ടു. ലാസ്റ്റ് ഞാൻ ഇതിലെ വന്നപ്പോൾ ആനകളൊക്കെ കണ്ടായിരുന്നു. ഒരു വൈകുന്നേര സമയങ്ങളാണ് കാണാൻ ചാൻസ് കൂടുതൽ. ഓക്കെ ബ്രോ, പുള്ളിക്കാരൻ ആ വഴി അങ്ങോട്ട് പോയി, നമ്മൾ ഇങ്ങോട്ട് കയറി. പക്ഷേ ഇങ്ങോട്ട് കയറി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ലാസ്റ്റ് മറ്റേ വഴിക്കായിരുന്നു പോയിരുന്നത്. ഓക്കെ, എന്തായാലും പോയി നോക്കാം. ഈ യാത്രയിൽ പുതിയൊരു റൂട്ട് ഇപ്പം ട്രൈ ചെയ്യാണ്. ദിമ്പം ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ മുമ്പോട്ട് വന്നിട്ട് നമ്മൾ കൊല്ലക്കാലം എന്ന് പറഞ്ഞൊരു ബോർഡും ഉണ്ട് റൈറ്റിലോട്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂർക്ക് യാത്രയുള്ള നേരെ സ്ട്രൈറ്റ് അങ്ങ് പോകുമായിരുന്നു. ഈ റൈറ്റ് എടുത്തിട്ടില്ല. ഇതിപ്പം ഇങ്ങോട്ട് റൈറ്റ് എടുത്തു. ഇവിടുന്ന് ഈ വഴി 78 കിലോമീറ്ററാണ് കൊല്ലക്കാലിലേക്ക് കാണിക്കുന്നത്. പിന്നെ അവിടെ ഒരു ബോർഡുണ്ട്, ഗർമെല്ലാം ചെക്ക് പോസ്റ്റ് 23 കിലോമീറ്റർ. എനിക്ക് തമിഴ്നാട് കർണാടക ചെക്ക് പോസ്റ്റ് ആയിരിക്കാം. എന്തായാലും ഇതൊരു പുതിയ റൂട്ടാണ്. അപ്പം പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഇതിലെ ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു സെറ്റ് റൂട്ടാണ് കേട്ടോ. സോ ഇതെങ്ങോട്ടാണ്? ഇത് കൊല്ലേകാല MM ഹിൽസ് റൂട്ടാണ്. കഴിഞ്ഞ ഇടയ്ക്ക് BR ഹിൽസ് പോയല്ലോ, അതുപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു MM ഹിൽസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് ഈ കൊല്ലേകാലയ്ക്കും ചാമരാജനഗറിനും ഇടയ്ക്ക്. അവിടെ എന്തോ ഒരു അമ്പലം, പിന്നെ അതൊരു ഫോറസ്റ്റ് റിസർവ് എന്താണ്, ദിമ്പത്തിൻ്റെ അവിടുന്ന് കൊല്ലകാല ഈ MM ഹിൽസ് വഴി കണ്ടാണ് പോകുന്നത്. അത് MM ഹിൽസ് റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. സംഭവം തന്നെ കൊള്ളാം. ഇതും ചെറിയൊരു ഫോറസ്റ്റ് ആണ്. റോഡ് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. വലിയ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. 198 കിലോമീറ്റർ ഇവിടെ. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നേരത്തെ 4 മണിക്കൂർ എന്നുണ്ടായിരുന്ന 4 മണിക്കൂർ 15 മിനിറ്റായി. എന്നാലും കുഴപ്പമില്ല, തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മൊത്തം യൂക്കാലിപ്റ്റ്സ് ആണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ആ സ്മെല്ലടിക്കുന്നുണ്ടല്ലോ, ആ ഹിൽ സ്റ്റേഷൻ്റെ ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. അയ്യോ, ഇതെല്ലാം നമ്മുടെ വട്ടവട പോകുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ആനയുണ്ടോ എന്തോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുറേ മലകൾ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം കോട ഇറങ്ങി നിൽക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ മറ്റേ ഇലക്ട്രിക് ലൈൻ വലിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് കയറാതിരിക്കാനാണോ അത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരാതിരിക്കാനാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ഉറപ്പായി. അപ്പോൾ ഇന്നത്തെ അതല്ല 4ാമത്തെ ഫോറസ്റ്റാണിത്. പക്ഷേ ഇതിൻ്റെ പേരറിയത്തില്ല. ബാക്കി 3ൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആനമല ടൈഗർ റിസർവ്, സത്യമംഗലം ടൈഗർ റിസർവ്. കുറേ നേരത്തെ ഫോറസ്റ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. സത്യമംഗലം ടൈഗർ റിസർവ്, തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് വീണ്ടും വേറെ കണ്ടേക്ക് കയറുന്നു. എന്തോന്നറിയാം ഇത്. വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഗോസ്റോ. ആ ഓക്കെ. ഇതും അപ്പം എനിക്കൊന്ന് ഇതെല്ലാം സത്യമംഗലം ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. അടിപൊളി. അങ്ങോട്ട് ഒരു വഴി പോകുന്നുണ്ട്, അതെങ്ങോട്ടെന്ന് അറിയത്തില്ല. ഓ, ഒരു അടിപൊളി സ്ഥലം എത്തി കേട്ടോ. ചാമരാജനഗർ ഡിസ്ട്രിക്ട് പോലീസ്. എനിക്കൊന്ന് നമ്മളിപ്പോൾ കർണാടകത്തിലോട്ട് കയറി. ഇത്രയും നേരം തമിഴ്നാടായിരുന്നു. യെസ്, നമ്മൾ കർണാടകത്തിലോട്ട് കയറി. ഇപ്പോൾ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ മൊത്തം എനിക്കൊന്ന് കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. വീണ്ടും ഞാൻ പറയുന്നു, സത്യമംഗലം വഴി ബാംഗ്ലൂർക്ക് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്യാൻ 2 റൂട്ടായി. ഒന്ന്, നിങ്ങൾ സത്യമംഗലത്ത് നേരെ ദിമ്പങ്കാട്ട് കയറി മേളിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 6 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഒരു റൈറ്റ് ഒരു വഴിയുണ്ട്, കൊല്ലേകാല വഴി. ബോർഡ് കാണും കൊല്ലേകാല എന്ന്. ആ റൂട്ടിൽ കയറി വന്നാൽ നിങ്ങൾക്ക് ഇതിലേ വരാം. അല്ലാതെ നേരെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൊല്ലകാലം ടച്ച് ചെയ്യാതെ പിന്നെ മൊത്തം ബൈപ്പാസാണ്. നിങ്ങൾക്ക് കാണാം ബാംഗ്ലൂർ 220 കിലോമീറ്റർ മറ്റോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴിയും പോകാം, ഈ വഴിയും പോകാം. ഇതിലാണെങ്കിൽ പകൽ സമയത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ വന്ന വഴിക്കൊന്നും അധികം ആൾക്കാരെ ഒന്നും കാണാനില്ല. ഇടയ്ക്ക് എങ്ങാണ്ട് ചെറിയൊരു കവല പോലെ എന്തോ കണ്ട് 1-2 കടകളോ എന്തോ സാധനങ്ങളുണ്ട്. അതല്ലാതെ വേറൊന്നുമില്ല. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ റോഡ് അവിടെ ചെന്ന് കയറുന്നു മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം നമുക്ക് 2 സൈഡ് ഒരുവിധം പ്ലെയിൻ ലാൻഡ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. നമ്മൾ കഴിഞ്ഞ തവണ കൊല്ലകാല BR ഹിൽസ് പോയപ്പോൾ നമ്മളൊരു ടിബറ്റൻ സെറ്റിൽമെൻറ്റ് പോയല്ലോ, അവിടെ കണ്ട പോലത്തെ ഒരു സ്ഥലങ്ങളാണ്. എനിക്ക് തന്നെ മഴക്കാലത്ത് അവിടെ ചെല്ലണമെങ്കിൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ മലയുടെ അപ്പുറത്ത് വല്ല ആയിരിക്കും ആ അപ്പുറത്തെ സ്ഥലം. ഇവിടെ വന്നപ്പോൾ കുറച്ച് വെളിച്ചമായി കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് മൊത്തം ഫോറസ്റ്റ് ആയിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ കുറച്ച് തുറന്ന സ്ഥലമാണ്. 2 സൈഡും കൃഷി സ്ഥലങ്ങളൊക്കെ എന്താ ഉഴുതി മുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും ഉറപ്പായിട്ടും. എനിക്ക് ഇത് 20 മിനിറ്റിൽ നിർത്താൻ പറ്റും തോന്നുന്നില്ല. മിക്കവാറും ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് എന്തായാലും ചെയ്യേണ്ടി വരും. അത്രയ്ക്കുണ്ട് കാഴ്ചകൾ. ഞാൻ ആദ്യമേ ഈ റൂട്ടിലോട്ട് കയറിയപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് കയറുന്നതെന്ന് ഞാനിങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റൂട്ട് 4 മണിക്കൂർ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ 1/2 മണിക്കൂറിന് അടുത്ത് വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ എത്തുന്നതിൻ്റെ. പക്ഷേ ആ പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു അവിടെ എന്ത് തോന്നുന്നുണ്ടോ നമ്മൾ ഇന്നലെ പോയ സ്ഥലം.
ഓക്കെ ലെഫ്റ്റ് സൈഡിൽ അവിടെയാണ് നമ്മൾ ഇന്നാളെ ബിആർ ഹിൽസ് നമ്മൾ അത് ടിബറ്റൻ സെറ്റിൽമെന്റിന്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ റോഡ് വന്ന് കയറുന്നത്. അടിപൊളി. ഇതായിരുന്നു സംഭവം. തോണ്ടേലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ് ഇതായിരുന്നു അവരുടെ മെയിൻ എൻട്രൻസ്. സെയിം റൂട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്ല, ഇനി സെയിം റൂട്ടിലാണ് പോകാൻ പോകുന്നത്. ഇതുവരെ വന്നത് പുതിയ വഴിയായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള റൂട്ട് ഞാൻ എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് ആയി പോകും.